ഹായ് കൂട്ടുകാരെ, ഞാൻ ഇന്നിവിടെ പറയാൻ പോകുന്നത് ഒരു കള്ളക്കുറുക്കന്റെ കഥയാണ്. മതി മതി മതി, എല്ലാരും എഴുന്നേക്ക്, മതി ഉറങ്ങിയത്. പിള്ളേര് കുറച്ചു നേരം കൂടി ഉറങ്ങട്ടെ പൂവേട്ടാ. പിള്ളേർ ഉറങ്ങിക്കോട്ടെ, പക്ഷേ നിങ്ങൾ വേഗം എഴുന്നേറ്റു. നമുക്കുള്ള ബ്രേക്ക്ഫാസ്റ്റുമായി മുതലാളി ഇപ്പൊ വരും. മക്കളെ, പൂവേട്ടൻ പറയുന്നത് കേക്ക്. എല്ലാവരും വേഗം എഴുന്നേറ്റോ. നീ എന്താടാ കാപ്പിരി, ഉറക്കപ്പിച്ച് പറയുകയാണോ? ആദ്യം നീ എഴുന്നേക്ക്. എന്തായാലും കുറച്ചു നേരം കൂടി എനിക്കുറങ്ങണം. എല്ലാ ദിവസവും അങ്ങ് കൂവുന്നത് കേട്ടാണ് ഞാൻ ഉറക്കം ഉണർന്നിരുന്നത്. പക്ഷെ ഇന്ന് മാത്രം അങ്ങ് കൂവിയില്ല. അതുകൊണ്ട് എനിക്ക് നേരത്തെ എഴുന്നേക്കാനും സാധിച്ചില്ല. സമയക്രമം തെറ്റിയാൽ ഇങ്ങനെയാ, നേരം വെളുത്താലും ഉണരാൻ തോന്നില്ല. അല്ലെങ്കിലും ഇന്ന് പുലർച്ചയ്ക്ക് അങ്ങ് കൂവിയില്ലല്ലോ, എന്തു പറ്റി? കൂവി കൂവി ബോറടിച്ചോ, അതോ മനഃപൂർവ്വം കൂവാത്തതാണോ? അതെ, പുലർച്ചയ്ക്ക് കൂവാൻ വേണ്ടി ഞാൻ നേരത്തെ എഴുന്നേറ്റതാ. അതിനിടയിലാണ് ആ നായ ഓരിയിടാൻ തുടങ്ങിയത്. അവനൊന്ന് നിർത്തിയിട്ട് വേണമല്ലോ എനിക്കൊന്ന് കൂവാൻ. അവസാനം അവൻ ഓരിയിടൽ നിർത്തിയതുമില്ല, എനിക്കൊട്ട് കൂവാൻ പറ്റിയതുമില്ല. പക്ഷെ ഞങ്ങളാരും ആ നായയുടെ വിളി കേട്ടില്ലല്ലോ. ഞാൻ കേട്ടു, ആ നായയുടെ നിർത്താതെയുള്ള ഓരിയിടൽ. എന്തായാലും വെറുതെ നായ അങ്ങനെ വിളിക്കില്ല, എന്തെങ്കിലും കണ്ടിട്ടുണ്ടാവും. അയ്യോ, നമ്മളെ പിടിച്ചോണ്ട് പോവാൻ വല്ല കള്ളന്മാരും വന്നതാണോ? അയ്യോ, കള്ളന്മാരോ? എവിടെ എവിടെ? അയ്യോ, എന്താണാവും കോഴികളൊക്കെ എന്താ ഇങ്ങനെ ഒച്ച വെക്കുന്നത്? വല്ലതും കണ്ട് പേടിച്ചു. അല്ല, രാവിലെ തീറ്റ കിട്ടാൻ വൈകിയത് കൊണ്ടാവാം. ഒച്ച വെക്കണ്ട, ഒച്ച വെക്കണ്ട. തിന്നാനുള്ളത് ദേ കൊണ്ടുവന്നിരിക്കുന്നു. കഴിച്ചു, വയറു നിറച്ച് കഴിച്ചു. മുതലാളി ആയാലും തൊഴിലാളി ആയാലും വേഗം പൊയ്ക്കോളൂ. എന്തായാലും ഇന്ന് ഞാൻ ഈ പാമിനകത്ത് കയറും. അയ്യടാ, ഒരുപാട് കോഴികൾ. തീറ്റക്കൊതി കൊണ്ട് എടുത്തുചാട്ടം കാണിച്ച് കോഴികളെ പിടിക്കാൻ നോക്കിയ ഇവറ്റകൾ ബഹളം വച്ച് ആ മുതലാളിയെ വരുത്തും. മുതലാളിയുടെ കണ്ണിപ്പെട്ട പിന്നെ എന്റെ കാര്യം തട്ടപ്പോക. എന്നാൽ ബുദ്ധിപരമായി നീങ്ങിയാൽ ആരും അറിയാതെ ഇവറ്റകളെ മുഴുവൻ ഒന്നൊന്നായി ചാപ്പിടാം. ഓക്കെ, അതിനും വഴിയുണ്ട്. ടിങ്ക ടിങ്ക. ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് അടിപൊളി അല്ലേ കൂട്ടരെ? അല്ലെങ്കിലും നല്ല അടിപൊളി തീറ്റയല്ലേ മുതലാളി എന്നും നമുക്ക് തരുന്നത്? ആണല്ലോ. എന്നാലേ മുട്ടയിടാനുള്ള ഓരോരുത്തരും മുട്ടയിടാൻ തുടങ്ങിക്കോ.